അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. എല്ലാവർക്കും ലളിതാ സഹസ്രനാമ പാരായണ പഠനത്തിൻ്റെ ഇന്നത്തെ ദലത്തിലേക്ക് സ്വാഗതം. അമ്മയുടെ 111 നാമം വരെയാണ് നാം കഴിഞ്ഞ ദലത്തിൽ പാരായണം ചെയ്യാൻ പഠിക്കുവാനായിട്ട് തയ്യാറായത്. അതിനുശേഷമുള്ള ഭാഗങ്ങൾ ഇപ്പോൾ കുറച്ച് സമയം നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക എന്ന 3 നാമങ്ങൾ. ഭവാനി, ഭാവനാഗമ്യ, ഭവാരണ്യ കുഠാരിക. ഭവാനി എന്ന ആദ്യത്തെ നാമം, പിന്നീട് ഭാവനാഗമ്യ, ഭാവന അഗമ്യ കൂടിച്ചേർന്ന് ഭാവനാഗമ്യ, ഭവാരണ്യ കുഠാരിക, ഭവ അരണ്യ കുഠാരിക, ഭവാരണ്യ കുഠാരിക. ഭദ്രപ്രിയ അടുത്ത നാമം. ഭദ്രമൂർത്തി അടുത്ത നാമം. അത് വിസർഗമുള്ള നാമമാണ്. ഭദ്രമൂർത്തി. ഭക്ത സൗഭാഗ്യദായിനി, ഭക്ത സൗഭാഗ്യദായിനി ദീർഘത്തോടുകൂടി അവസാനിക്കുന്നു. ഇവിടെ ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർ ഭക്ത സൗഭാഗ്യദായിനി. ഭദ്രമൂർത്തി എന്ന വിസർഗം അതിനൊപ്പം അടുത്ത പദം കൂടി ചേർന്ന് ഭദ്രമൂർത്തിർ ഭക്ത സൗഭാഗ്യദായിനി എന്ന് ആവുന്നു. ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി. ഇങ്ങനെയുള്ള നാമങ്ങളാണ് പിന്നീട് വരുന്നത്. ഭക്തിപ്രിയ, ഇതൊന്നും വലിയ സംശയം വരാൻ ഇല്ല. ഭയാപഹ ഭക്തിവശ്യ ഭയാപഹ, ഭയത്തെ അപഹനിക്കുക, ഭയാപഹ. ശാംഭവി ശാരദ ആരാധ്യ ശർവാണി ശർമ്മദായിനി ദീർഘത്തോടുകൂടി അവസാനിക്കുന്നു. ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശാംഭവി ശാരദ ആരാധ്യ ശർവാണി ശർമ്മദായിനി എന്ന് ശ്ലോകം. ഇനി ശാങ്കരി ശ്രീകരി സാധ്വി. ശാങ്കരി എന്നൊരു വാക്ക്, ശ്രീകരി, അടുത്തത് സാധ്വി. സാധ്വി, ഇവിടെ സാധ്വി നമ്മൾ മലയാള ഭാഷയിലും പറയാറുണ്ട് സാധ്വി എന്ന്. സാധ്വി ദീർഘമുണ്ട്,
സാധ്വി ശരചന്ദ്രനിഭാനന ശരചന്ദ്രനിഭാനന ദീർഘം ശാതോദരീ ദീർഘം ശാന്തിമതി നിരാധാര നിരഞ്ജന. അപ്പോ ശാങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്രനിഭാനന ശാതോദരീ ശാന്തിമതി നിരാധാര നിരഞ്ജന എന്ന് നാമങ്ങൾ വരും. ആ ശ്ലോകത്തിന് ശേഷം നിർലേപ നിർമ്മല നിത്യ നിരാകാര നി ആകാര കുടിച്ചത് നിരാകാര, പിന്നെ നിരാകുല നിർഗുണ നിഷ്കല, അവിടെ നിഷ്കള എന്ന് ചൊല്ലാം, നിഷ്കല എന്ന് വെച്ചാൽ അങ്ങനെ ചൊല്ലാം, നിഷ്കല ശാന്ത നിഷ്കാമ നിരുപപ്ലവ നി ഉപപ്ലവ കൂടി ചേർന്നിട്ടാണ് നിരുപപ്ലവ, നി കാമ കൂടി ചേർന്ന നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര വികാരം നിശേഷമായ വികാരത്തോടു കൂടിയവൾ നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവദ്യ നിരവദ്യ നിരന്തര നിരന്തര അന്തര കുറിച്ചത് നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധി, അത് വിസർഗമുള്ള ശബ്ദമാണ്. നിരുപാധി നിരീശ്വര, ഇത് ചൊല്ലുന്ന സമയത്ത് നിരുപാധിർ നിരീശ്വര എന്നായിത്തീരും. ഇത്രയും ഭാഗം ഒന്ന് ചൊല്ലി നോക്കാം. നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവദ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർ നിരീശ്വര. ഇനി നീരാഗ രാഗമഥന നിർമ്മദ മദനാശിനി. നീരാഗ നി അധികം രാഗ, അപ്പം നീരാഗ എന്നായിത്തീരും അത്. പിന്നെ രാഗമഥന രാഗമഥനി എന്നും പാഠഭേദം ഉണ്ട്. രാഗമഥനി എന്ന് ചില പുസ്തകങ്ങളൊക്കെ കാണാം. നീരാഗ രാഗമഥന നിർമ്മദ മദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രി നിഷ്പാപാ പാപനാശിനി. ഇതൊന്നും അധികം പരിഭ്രമിക്കാനില്ലാത്ത നാമങ്ങളാണ്. നിശ്ചിന്ത
നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി. ഇതാണ് ആ ശ്ലോകത്തിൽ വരുന്ന നാമങ്ങൾ. നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസ്സംശയ സംശയഘ്നി. പലരും നിസംശയ എന്ന് ചൊല്ലാറുണ്ട്, അതങ്ങനെയല്ല, നിസ്സംശയ സംശയഘ്നി നിർഭവ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമഥനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചികുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ. ഇത്രയും നാമങ്ങൾ. ഇതൊക്കെ ഓരോരോ നാമങ്ങൾ കുറേയൊക്കെ കേട്ട് പരിചയമുള്ളതും ആണ്. പിന്നെ നാമങ്ങൾ ഓരോന്നും അത്ര വലിയ സമസ്ത പദങ്ങളല്ല എന്നതിനാൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. പക്ഷെ ഇവിടെ ചൊല്ലുന്ന സമയത്ത് ഈ നിസ്സംശയ എന്ന സ്ഥലത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം ഇപ്പോൾ ചൊല്ലിയാൽ തന്നെ മനസ്സിലാവുന്ന പോലെ ഉള്ള നാമങ്ങളാണ്. എന്നാലും അത് ഒന്നും കൂടി ചൊല്ലാം. ഇത്രയും ഭാഗം. നിർലേപ എന്ന മുതൽക്കുള്ള ഭാഗം ചൊല്ലാം. നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവദ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർനിരീശ്വര നീരാഗ രാഗമഥന നിർമ്മദ മദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസ്സംശയ സംശയഘ്നി നിർഭവ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമഥനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചികുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ. ഇങ്ങനെയാണ് ഈ നാമങ്ങൾ ഇവ ചേർത്ത് വെച്ച് തയ്യാറാക്കിയിരിക്കുന്ന ശ്ലോകങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. പ്രായേണ കുറച്ചുകൂടി മനസ്സിലാവുന്ന ഭാഗമായതുകൊണ്ട് ഇനി കൂടുതൽ വിസ്തരിക്കല് ഇതിൻ്റെയൊക്കെ അർത്ഥം
പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം വിരമിക്കട്ടെ.